ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പോകാൻ പോണത് ദുബായ് മെറീനിക്കാണ്. അപ്പോൾ നമ്മളിത് ദുബായ് ഫ്രെയിമൊക്കെ കണ്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിപൊളി ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ അങ്ങനെ എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് മെട്രോയിലോട്ടാണ് പോണത്, അല്ലാതെ പിന്നെ ടാക്സിയിലൊന്നുമല്ല. മെട്രോയിൽ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വീഡിയോൻ്റെ ഒരു ഷെയ്ക്കും ചെറുക്കിങ്ങും ഒക്കെ വന്നോക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോഴാണ് നമ്മൾ മറ്റേ മ്യൂസിയം കണ്ടത്. മ്യൂസിയം ഫ്രെയിമൊക്കെ എടുത്താൽ തന്നെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ഇത് രണ്ടും പാടെ എത്തും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ്, കുറച്ച് അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് നമ്മളെ ബുർജ് ഖലീഫ ദുബായ് മാളൊക്കെ അവിടെ തന്നെയാണ്. പക്ഷേ അതൊക്കെ ദുബായ് മാളും ബുർജ് ഖലീഫയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകുന്നു. സംഭവം ഉഷാറായിരുന്നു കേട്ടോ. കാരണം ബിൽഡിങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം. ഈ നേരത്തെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കാണും. ഇത് കുറച്ച് ലെങ്തി വീഡിയോ കേട്ടോ, അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ, കുറച്ചുള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ പോകുന്നതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് താഴ്ത്ത് വീഴാനൊക്കെ പോയി ക്യാമറ ഒന്ന് തിരക്കി പൊട്ടിട്ടൊക്കെ. പക്ഷേ സംഭവം ഉഷാറായിരുന്നിട്ടുള്ളൂ. കാരണം കാണാൻ ഈ ടൈമിലൊക്കെ പോകുമ്പോൾ നല്ല അടിച്ചുപൊളിയായിട്ട് കാണാണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇതൊരു 5:30 മണിയാവുന്ന ടൈമിൽ പോയതാണ്. ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും, ഒന്നൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരെ പോകുക തന്നെയാണ്. അപ്പോൾ മെറീന നമ്മൾ എത്താറായിരിക്കണം. കാരണം എന്താ വെച്ചിട്ട് ജുമേറയാണ്, മെറീനയും ജുമേറ എന്നൊക്കെ ഒരു പേര് തന്നെയാണ്. ഒക്കെ ഇതിന് തന്നെയാണ് എങ്ങനെ പറയൽ, ജുമേറ എന്നൊക്കെ തന്നെയാണ് അവർക്ക് പറയുന്നത്. അപ്പോൾ ജുമേറൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക തന്നെയാണ്. ജുമേറ കഴിഞ്ഞ് പിന്നെ പുഷ്പ നഗരം അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഇത് ജുമേറത്തെ ബിൽഡിങ്ങുകളാണ്. പക്ഷെ സംഭവം അടിപൊളിയാട്ടോ, കാണാനൊക്കെ അടിപൊളിയാണ്. കാരണം ഇതൊരു VIP ഏരിയയാണ്. അപ്പോൾ ഞങ്ങൾ മെട്രോ ഒക്കെ ഇറങ്ങി DMCCയിലാട്ടോ ഇറങ്ങിയത്. DMCCയിൽ ഇറങ്ങിയിട്ട് നേരെ പോകുന്നു, പുറത്ത് വന്നു. അപ്പോഴാണ് ചെറിയ ഒരു മെട്രോ വരുന്നത്. അപ്പോൾ അതും കുറച്ച് നേരമൊക്കെ കണ്ടു നിന്നിട്ട് നേരെ, പക്ഷേ ഒരു സിനിമയിൽ വരുന്ന പാട്ട് സീനിലൊക്കെ വരുന്ന ഒരുമായിട്ടുള്ളൊരു ഫീലിംഗ് ഒക്കെ തോന്നി. അങ്ങനെ ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി, മെട്രോൻ്റെ പുറത്തേക്ക് ഇറങ്ങി നേരെ നടക്കുകയാണ്. അപ്പോൾ വേറൊരു ട്രെയിനും വരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ ഒരു രസം, നല്ല രസം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് DMCCൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉള്ളൊരു വ്യൂ. നല്ല അടിപൊളിയാണ് കേട്ടോ. കാരണം ആർക്കും ഇഷ്ടപ്പെടും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ നേരെ പോവുകയാണ്. അപ്പോൾ നേരെ ഇനി പോണത് കുബിരിൻ്റെ അടിയിലേക്കാണ്. കുബിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ബ്രിഡ്ജിൻ്റെ അടിയിലേക്കാണ് പോണത്. ബ്രിഡ്ജിൻ്റെ അടിയിലാണ്. കാരണം ഇതൊരു നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ മെറീന ബീച്ചിലേക്കാണ് പോണത്. അപ്പോൾ കുബിരിൻ്റെ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാലുണ്ട്, ഒരു പാലുണ്ടായി. ആ പാലിൻ്റെ അടിയിലേക്കാണ് പോണത്. അപ്പോൾ അവിടെ ഉള്ള അവസ്ഥയാണെന്ന് വെച്ചെങ്കിൽ അടിപൊളിയാണ്. അതിൽ നേരെ ഒരു വണ്ടി വരുന്നുണ്ട്. ആ വണ്ടിയിൽ പിന്നെ കുറേ ആൾക്കാരെ കൊണ്ടുപോകണമൊക്കെ ഉണ്ട്. പക്ഷേ എന്താ സംഭവം എന്നുള്ളതൊന്നും മനസ്സിലായില്ല. കാരണം അതൊക്കെ ഈ എല്ലായിടത്തും ഉണ്ടാകുന്നതാണ്. അപ്പോൾ നേരെ കുബിരിൻ്റെ അതിനടിയിൽ പോയി, കുബിരിൻ്റെ ബ്രിഡ്ജിൻ്റെ അടിയിൽ പോയി. ബ്രിഡ്ജിൻ്റെ അടിയിൽ പോയപ്പോൾ നേരെ അവിടെ ചെന്ന് നോക്കുമ്പോൾ നേരെ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ അവിടെ ബ്രിഡ്ജിൻ്റെ അടിയിൽ തന്നെ ഒരു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ സ്പേസൊക്കെ ഉണ്ട്, സ്പേസ് അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഈ ബിൽഡിങ്ങുകൾ കാണുമ്പോൾ നമുക്ക് താഴത്തുനിന്ന് കാണുമ്പോൾ ഈ പഴയ പിന്നെ പുതിയ ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെ കാണുന്ന ഒരു ഫീലിംഗ് ആയിട്ട് കേട്ടോ. നല്ല സംഭവം, നല്ല അടിപൊളി തന്നെ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ പാട്ടും പെയ്ത്തൊക്കെ കേട്ടു. അപ്പോൾ നോക്കുമ്പോൾ 2 ബോട്ട് കൂടി ആൾക്കാർ, ടൂറിസ്റ്റുകൾ, കുട്ടികൾ മാത്രം അടിച്ച് പൊളിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇത് VIP ഏരിയയാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ കുറച്ച് എക്സ്പെൻസൊക്കെ ആൾക്കാരെ ജീവിക്കാൻ നമ്മൾ പോയിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പോൾ നേരെ അതിൻ്റെ കുബിരിൻ്റെ മുകളിൽ വന്നു, ബ്രിഡ്ജിൻ്റെ മുകളിൽ വന്ന് നേരെ മെറീനിക്ക് നടക്കുക കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരു 2 മിനിറ്റ് നടക്കാനുള്ള ഒരു സിഗ്നലാണുള്ളത്. ആ സിഗ്നൽ കിടന്ന അപ്പുറം തന്നെ. ഇപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് അഭിപ്രായം പറയണം കേട്ടില്ല. എല്ലാവരും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നേരെ നമ്മൾ മെറീനിക്ക് സിഗ്നലൊക്കെ കടന്നിട്ട് എത്താൻ പോവുകയാണ്. നമ്മുടെ അടുത്ത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇനി ഒരു 2 മിനിറ്റോളം നടക്കാനുള്ളൂ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിന്ന് പോയി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് കിടക്കണത് റെക്കോർഡായി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് വോയിസ് ഓവർ കൊടുക്കുകയാണ് ഇപ്പോൾ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട്, നമ്മളെ മൈക്കിൽ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് മൈക്ക് കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ ഇതായതാണ്. പിന്നെ എന്താ, അപ്പോൾ വോയിസ് ഓവർ കൊടുക്കണം. അപ്പോൾ ഈ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു അപ്പാർട്ട്മെൻറ്റാണ്. ഇതിൻ്റെ ബാക്കിൽ അപ്പുറത്ത് കൂടി അപ്പാർട്ട്മെൻറ്റ്. ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ പാർക്കിംഗ് ഏരിയയാണ്. അപ്പോൾ നോക്കുമ്പോൾ വേറൊരു വണ്ടി പോകണം. നമ്മളെ പഴയ കാലത്തുള്ളൊരു വണ്ടി പോലെ. അതൊരു പാർക്കത്തെ വണ്ടിയാണ്. പാർക്കത്തെ വണ്ടി അവർ കൊണ്ടുപോകുന്നതാണ്. കുറച്ചപ്പുറത്താണ് JBRൻ്റെ എഴുതിയ ഒരു ഫ്രെയിം കണ്ടത്. JBR എന്നൊക്കെ എഴുതിയത്, ഹാഷ്ടാഗും കൊടുത്തിട്ടൊരു JBR എന്നൊക്കെ എഴുതിയത്. നമ്മൾ അടിപൊളിയായിരുന്നു. പിന്നെ വേറെ ബിൽഡിംഗ് ഉണ്ട്, കുറേ കണ്ണെത്താ ബിൽഡിങ്ങാണ്, കണ്ണെത്താ ദൂരത്തിലെ ബിൽഡിങ്ങുകൾ. എന്താ അത്ര ഉയരത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം എന്തായാലും മെറീനിൽ ദുബായിൽ വന്ന മെറീനൊന്ന് വിസിറ്റ് ചെയ്യേണ്ടു. അല്ല അടിപൊളിയാണ്. അപ്പോൾ നേരെ നമ്മൾ മെറീനിക്ക് കിടക്കാൻ പോകണം.
ഇതാ ഈ മെറീനൻ്റെ വഴിയാണത്. ഇത് ഇങ്ങനെ പോയിട്ട് കഴിഞ്ഞ് കുറച്ചെണ്ണം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെറീനിൽ പോയി കഴിഞ്ഞാൽ കടലിൻ്റെ അവിടുത്തെ ഫ്രെയിം കാണാം. അത് ഊഞ്ഞാലാണ്. ഇതാണ് അപ്പോൾ മെറീനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ടൈമിനും ആൾക്കാരാണ്. ഈ കടലിൽ കുളിക്കാനും അതേമാതിരി കുട്ടികൾക്ക് കളിക്കാനും അത് അപ്പുറത്തൊക്കെ ഉണ്ട്. ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ കുറച്ചപ്പുറത്ത് നോക്കുമ്പോൾ ഒരു വാതിലിൻ്റെ മാതിരി വെച്ചൊരു ബിൽഡിങ്. പിന്നെ ഇതാണ് മെറീനിൻ്റെ ബാക്കോട്ടുള്ള ഒരു വ്യൂ. കാരണം എന്താ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പക്ഷേ സംഭവം ഉഷാറായിരുന്നു കേട്ടോ, കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മളെന്ത് പറ്റി കുറച്ച് നേരം എന്താണെന്നൊരു ഷോ ഇടാമെന്ന് വിചാരിച്ചിട്ട് കൈയൊക്കെ ഒന്ന് പൊങ്ങിച്ച് നോക്കി. അത് വർക്കായില്ല. അതിൽ പിന്നെ എന്താ ചെയ്യും, ഭ്രാന്തായി ഇങ്ങോട്ട് പോന്നു. നമ്മൾ വേറെ ആളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് അതിനൊക്കെ ഇങ്ങനെ ചുറ്റിയും പറ്റി നിന്ന് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം ഒരു 7 മണി വരെയൊക്കെ നിന്നു. അപ്പോഴത്തേന് രാത്രി ആയപ്പോഴത്തേന് ഞാൻ പോന്നു. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി.